നിങ്ങൾക്ക് പരസഹായം ഇല്ലാതെ നടക്കാനും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരാണോ? കട്ടിലേൽ നേറ്റ് സ്വയമേ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണോ? ഒന്നും വേണ്ട, നമ്മുടെ കസേരയിൽ നേറ്റ് തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നവരാണോ? എന്നാൽ നമ്മളൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ്. ഇന്ന് ജിമ്മിൽ പോകാതിരിക്കാൻ വേണ്ടി പല കാരണങ്ങളും നോക്കിയിരിക്കുന്നു. മടിയായിരുന്നു ജോലി കഴിഞ്ഞപ്പം. പക്ഷേ എന്നാലും ഓക്കെ, കാലിലൊരു മുട്ടുവേദനയുണ്ട്, ഒരു മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഓർത്തൊന്നും പോകണ്ട. എന്നാലും മനസ്സിനെ പാകപ്പെടുത്തി ജിമ്മിൽ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു എൻ്റെ പ്രായമുള്ളൊരു പയ്യനെ കണ്ടു. അവനാണെങ്കിൽ കംപ്ലീറ്റ്ലി വീൽ ചെയറിലാണ്, അനങ്ങാൻ പറ്റത്തില്ല. ആകെ അവന് ചെയ്യാൻ പറ്റുന്ന അവൻ്റെ കൈ മാത്രം പൊക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ അപ്പൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു സൈസ് ബോളുണ്ട്, ഫിസിയോതെറാപ്പി യൂസ് ചെയ്യുന്നതാണ്. അതെടുത്ത് ഇങ്ങനെ വീൽ ചെയർ ഇരുന്നുകൊണ്ട് തന്നെ എറിയുക. അതെന്താ ഫിസിയോതെറാപ്പിയുടെ എന്താ എക്സസൈസ് ആണെന്ന് തോന്നുന്നു. അത് മാക്സിമം പോയി ഒരു 10 ഫീറ്റ് എറിയാൻ പറ്റുന്നുള്ളൂ, ഇങ്ങനെ എറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ചെറിയൊരു മുട്ടിൻ്റെ വേദന പറഞ്ഞുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകാതിരിക്കുന്നു. അതുപോലെ നമ്മളൊക്കെ എത്ര പേര് മനുഷ്യർ കാണും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇന്ന് ഭാഗ്യവന്മാരാണല്ലേ. ഇവിടെ 10 കിലോമീറ്റർ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഓടാൻ ആരോഗ്യമുള്ള നമ്മളൊക്കെ എന്നാലും നമുക്ക് കംപ്ലൈൻറ്റാണ്. ഭാഗ്യവാന്മാർ.